എന്തൊക്കെയാണ് സംസ്ഥാനത്ത് പുതിയ ജില്ല എന്ന ആവശ്യം വരുമ്പോൾ ഏതൊക്കെയാണ് സാധ്യതകൾ, എന്തൊക്കെയാണ് ആവശ്യം ഉയർന്നത്, അതുകൂടി നമുക്ക് നോക്കാം. ഒന്ന്, സംസ്ഥാനത്തെ ചില ജില്ലകൾക്ക് വലിപ്പം കൂടുതലാണ്. ആ ജില്ലകളും തൊട്ടയൽവക്ക ജില്ലകളും കൂടി അതിൻ്റെ ഭൂപ്രകൃതികളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർത്ത് പുതിയൊരു ജില്ല എന്നതാണ്. അവിടെ ഉയരുന്ന ഒരു ആവശ്യത്തിലൊന്നാണ് തിരൂർ. മലപ്പുറം ജില്ലയിൽ ഒരു വിഭജനം ഉണ്ടാവണം, അവിടെ തിരൂർ ജില്ല എന്ന ഒരു പുതിയ ജില്ല ഉണ്ടാവണം എന്നതാണ്. തിരൂർ ജില്ലയിൽ തിരൂർ എന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല. മലപ്പുറം ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഈ ജില്ല ആവശ്യമാണ്. പ്രാദേശിക രംഗത്ത് ജില്ല നേരിടുന്ന വലിയ അവഗണനകളാണ്. മലപ്പുറത്ത് പലപ്പോഴും അവഗണന നേരിടുന്നു. ഏറ്റവും അധികം ജനസംഖ്യയുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങളുണ്ട്, പ്രാദേശിക വികസന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യത്തിന് പഴക്കമുണ്ട്. ആവശ്യം ഒന്നുകൂടി ശക്തമായി വരികയാണ്. അപ്പോൾ ജില്ലകൾ പുനഃക്രമീകരിക്കണം എന്ന സാഹചര്യത്തിലേക്ക് ചർച്ചകൾ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പേരുകളിൽ പ്രാധാന്യമുള്ളതൊന്നായി തിരൂർ മാറുന്നു എന്നതാണ്. മലപ്പുറം ജില്ല വിഭജീകരിച്ച് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല എന്ന ആവശ്യം. അടുത്തത് വള്ളുവനാടാണ്. വള്ളുവനാട് കേന്ദ്രീകരിച്ച്, വള്ളുവനാട് എന്ന പേരിലോ അല്ലെങ്കിൽ ആ രീതിയിലോ ഒരു പുതിയ പരിഗണന ഒരു ജില്ലയ്ക്ക് ഉണ്ടാവണമെന്നാണ്. പാലക്കാടിൻ്റെയും ഒപ്പം തന്നെ മലപ്പുറം ജില്ലയുടെയും ചില ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ഒരു ജില്ല ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുന്നത്. മുൻ പട്ടാമ്പി MLA CP മുഹമ്മദ് അടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. വള്ളുവനാട് എന്ന പ്രദേശത്തിന് പ്രത്യേക സംസ്കാരമുണ്ട്, പ്രത്യേക ഭാഷാരീതിയുണ്ട്. ഇതൊക്കെ തന്നെ അതിനെ പ്രത്യേകിച്ച് വേറിട്ട് ചിന്തിപ്പിക്കണം എന്ന വാദം ഉയരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നുകൂടിയാണത്. മാത്രമല്ല, ജില്ലയുടെ പൊതുവായ വലിപ്പം, ഭൂപ്രകൃതി, ഇതൊക്കെ പലപ്പോഴും വികസനത്തിനും ജില്ലാ ഭരണത്തിനും തടസ്സമാവുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വള്ളുവനാട് കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യം ഉയരുന്നത്. മറ്റൊന്ന്, വടക്കുന്ന് നമ്മൾ മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ല വിപുലമായ ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴയെ മാറ്റി നിർത്തി മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല എന്ന ആവശ്യമാണ്. എറണാകുളം ജില്ലയുടെ വലിപ്പം ഇപ്പോൾ തന്നെ ഈ ജില്ലയുടെ ഭരണത്തിന് തടസ്സമാവുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാം. തൊടുപുഴയുടെ ചില താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇതിലൂടെ കൂട്ടിച്ചേർത്ത്, കോതമംഗലം ഇപ്പോൾ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല വേണമെന്ന ആവശ്യമാണ്. എറണാകുളം ജില്ലയുടെ വലിപ്പമാണ് തന്നെയാണ് ഇതിന് കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് വിഭജനം എന്ന ആവശ്യം കൂടി വരുന്നുണ്ട്. എറണാകുളം എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരു ഭാഗം അടർത്തി മാറ്റുക എന്നതല്ല, മറിച്ച് അതിൻ്റെ സമീപ ജില്ലകളുടെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അടുത്ത ആവശ്യം ഉയരുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയ വലിപ്പമുണ്ട്. അവിടെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യമുണ്ട്. ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുന്ന മറ്റാരുമല്ല, BJP നേതൃത്വമാണ് ഈ ആവശ്യം കൂടുതൽ ശക്തമായി അവർ ഉന്നയിക്കുന്നത്. നെയ്യാറ്റിൻകരയുണ്ട്, ഒപ്പം കാട്ടാക്കട മേഖലകളൊക്കെ ചേർത്തുകൊണ്ട് പുതിയ ജില്ല വേണമെന്നാണ് ഇവരുടെ വാദം. കാരണം തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയ വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തുന്നില്ല, പ്രാദേശിക രീതിയിലേക്ക് എത്തുന്നില്ല. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ്. അപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യമാണ് വരുന്നത് എന്നതാണ് സാഹചര്യം. ഇങ്ങനെ പ്രധാനമായും തിരൂർ, വള്ളുവനാട്, മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര, ഇങ്ങനെ 4 ജില്ലകൾ, ആ 4 പേരിലേക്ക് പുതിയ ജില്ലകൾ വരുമോ അല്ലെങ്കിൽ ഈ പ്രപ്പോസലുകൾ പുതിയ അംഗീകരിക്കപ്പെടുമോ? എന്തായാലും UDFൻ്റെ ജില്ലാ സമിതി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ ഗൗരവമായി പരിഗണിക്കുമോ എന്ന ചോദ്യം കൂടിയാണ് വരുന്നത്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ അത് ഫലത്തിലുണ്ടാകുന്നത് ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിരുകൾ പോലും പുനർനിർമ്മിച്ചേക്കാം, മാറ്റമുണ്ടാക്കിയേക്കാം. അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് സർക്കാരിനുണ്ടാക്കുന്ന ഭാരിച്ച ചിലവാണ്. ജില്ല എന്ന് പറയുമ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു കളക്ടർ പുതുതായി ഉണ്ടാവണം, ആ ജില്ലയ്ക്ക് ഒരു ഭരണ സ്ഥിരാകേന്ദ്രം ഉണ്ടാവണം, റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഒരു പുതിയ ജില്ല വരുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ വെല്ലുവിളി കൂടി ഇതിൻ്റെ ഭാഗമായി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ചുരുങ്ങിയ പക്ഷം സാമ്പത്തിക ബാധ്യതയുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുടെ രൂപത്തിൽ മാറ്റമുണ്ടായേക്കാം, മറ്റ് സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായേക്കാം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും ഈ ആവശ്യം പരിഗണിച്ച് പോവേണ്ടി വരും. ചുരുങ്ങിയ പക്ഷം പഠിക്കാനൊരു സമിതിയെങ്കിലും നിയോഗിക്കേണ്ടി വരും എന്നൊരവസ്ഥ ഇപ്പോൾ പുതിയ സർക്കാരിന് മുന്നിൽ ഉണ്ടാവും. ഒരുപക്ഷെ നാളെ കഴിഞ്ഞ് ബജറ്റ് അവതരണം നടക്കാൻ പോവുകയാണ്. ബജറ്റിൽ ഇത്തരമൊരു നിവേദനമുണ്ടെങ്കിൽ ചില സൂചനകൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണോ കരുതാൻ? തീർച്ചയായും സൈദ്, ഒരു ഏറ്റവും അടുത്തുണ്ടായ നമ്മളെ പ്രിയദർശിനി സൗജന്യ യാത്ര കൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ മലബാറിൽ ഏറ്റവും കുറവ്, കേരളത്തിലെ ഏറ്റവും കുറവ് KSRTC സർവീസ്, ഒരു ജനറൽ ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ് എന്നിവ മലപ്പുറത്തിന് ഈ ജനസംഖ്യാനുപാതമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ തരത്തിൽ വിഭവങ്ങൾ, സർക്കാരിൻ്റെ സൗകര്യങ്ങൾ അത് എല്ലായിടത്തേക്കും എത്തണമെങ്കിൽ മൂന്നിടങ്ങളിലായിട്ട് ഈ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. തീരദേശ മേഖല, മലനാട്, ഇടനാട്, അങ്ങനെ ഭൂപ്രകൃതി അനുസരിച്ച് മലപ്പുറത്ത് പല വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും
ഓരോ മേഖലയുടെ വികസനം അല്ലെങ്കിൽ ജനസംഖ്യ അത് കണക്കാക്കിക്കൊണ്ട് എന്തെല്ലാം വേണമെന്ന കാര്യത്തിൽ ഒരു പഠനം നടത്തുവാൻ ഒരു സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ അത് അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാൻ. സർക്കാരിന് കൃത്യമായിട്ട് പറയാം, ഞങ്ങളൊരു പഠനം നടത്തിയതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. UDF-നും അതായത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പറയാം, ഞങ്ങൾ വിഭജനമല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് ഇതിൻ്റെ സാധ്യതകൾ പഠനം നടത്തുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പഠനം ശാസ്ത്രീയമായിട്ട് നടത്തിയതിന് അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്ന് അവർക്കും അവകാശപ്പെടാം. BJPയും അതിനെ എതിർക്കുമെന്ന് കരുതാനാവില്ല. CPM-നാണെങ്കിലും ഈ സാഹചര്യത്തിൽ CPM ഒരു പക്ഷേ ഇത് മുൻകാലത്തെ ഈ ഒരു ആവശ്യം വന്നപ്പോൾ അന്ന് SDP അടക്കമുള്ളവർ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ ചിന്തയ്ക്ക് അത് അല്പം പിന്മാറ്റം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. രാഷ്ട്രീയമായ ഒരു സാഹചര്യം അതിനുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഓരോ മേഖലകളിലെ ഈ പറയുന്ന മണ്ഡലങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ മണ്ഡലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഈ താലൂക്കുകളെല്ലാം കൂട്ടിച്ചേർത്ത് മറ്റൊരു ജില്ല എന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണെങ്കിൽ അത് ആർക്കും തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു നീക്കത്തിന് UDF സർക്കാർ മുൻകൈയെടുത്താൽ അത് 5 വർഷം കൊണ്ടെങ്കിലും പൂർത്തിയായ മാറ്റത്തിന് തുടക്കമായിട്ട് വേണം കാണുവാൻ. UDF നേതൃത്വം ഇത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.